കുടുംബം ഇല്ലല്ലോ. അത് വെറുതെ മീഡിയ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ. ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. ഇത് അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുള്ള തലത്തിലേക്ക് ഞങ്ങൾ ആർക്കും എതിരെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. UDF ജനങ്ങൾ നൽകിയ വലിയൊരു അംഗീകാരം പാലാ നഗരസഭയിൽ, അതിനെ ഞങ്ങൾ ഏറ്റവും വിനയത്തോടു കൂടി ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നല്ലൊരു ഭരണസമിതി, നല്ലൊരു ഭരണം അത് ജനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ചർച്ചകൾ നടത്തി. അതിനോട് സഹകരിക്കാൻ പ്രിയപ്പെട്ട ഈ 4 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മുന്നോട്ട് വന്നു. അവരെ ഞങ്ങൾ ഇരുകരങ്ങളും നീട്ടി ഹൃദയപൂർവ്വം സ്വീകരിച്ചു. അവർ വളരെ സന്തോഷപൂർവ്വം UDF കടന്നു വന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് എന്തോ അല്ല, അങ്ങനെയുള്ള അതൊക്കെ ഇന്റേണൽ കാര്യങ്ങളാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഞങ്ങൾ പറയേണ്ടത് ജനങ്ങളുടെ മുൻപാകെ ഞങ്ങൾ കൊടുക്കേണ്ടത് എന്താണ്, ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്. ഒരു ചെയർപേഴ്സണെ കൊടുക്കണം, ഒരു വൈസ് ചെയർപേഴ്സണെ കൊടുക്കണം. അത് സംബന്ധിച്ച് കൃത്യമായ തീരുമാനം എടുത്തിട്ടുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ MLA ശ്രീ ടോമി കല്ലാണിയും പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ചരിത്രം സൃഷ്ടിക്കുകയാണ് UDF പാലായിൽ. 21 വയസ്സുള്ള ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരിയെ ഞങ്ങൾ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. പരിണിതപ്രജ്ഞയായിട്ടുള്ള ഒരു ടൈം പ്രവർത്തിച്ച് അനുഭവ സമ്പത്തുള്ള മറ്റൊരു വനിതയെ ശ്രീമതി മായ രാഹുലിനെ ഞങ്ങൾ വൈസ് ചെയർപേഴ്സണായിട്ട് നിയോഗിക്കുന്നു. 2 പേരും നല്ല രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അവരുടെ നേതൃത്വത്തിൽ UDF ഭരണം ആരംഭിക്കും. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞങ്ങൾ പിന്നീട് തയ്യാറാക്കും. സാർ, ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം ഈ മണിക്കൂർ വഴിയും ഒരു കുടുംബം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് നിയന്ത്രിക്കും. ഇല്ല, അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. ബാധകമല്ലല്ലോ. ഇല്ലില്ല, ഇതിനകത്ത് വിപ്പിന്റെ ഒന്നും അല്ല പ്രശ്നം. ഞങ്ങൾക്ക് വിപ്പിന്റെ ഒന്നും വിഷയമില്ല. UDF സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എപ്പോഴും പ്രതിപക്ഷ നേതാവ് പറയുന്നൊരു കാര്യമാണ് ടീം UDF. ആ ടീം UDF ഈ 4 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വന്നു കഴിയുമ്പോൾ അവരും ടീം UDF ഭാഗമാവുകയാണ്. ഇതിനകത്ത് വിപ്പോ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമോ നിർബന്ധമോ ഒന്നും പ്രശ്നമല്ല. ഞങ്ങൾ ഒരേ മനസ്സോടുകൂടി സന്തോഷമായി ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കും. പാലായിൽ നാളിതുവരെ കാണാത്ത രീതിയിലുള്ള നല്ല പ്രവർത്തനം, ഒരുപക്ഷെ വികസന രംഗത്തും അതുപോലെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനെല്ലാം UDF ഭരണസമിതി ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും. ഒരു കുടുംബം ഇതുപോലെ ഒരു ഭരണ നിയന്ത്രണം നടത്തുന്നത് ഇല്ലല്ലോ. അത് വെറുതെ മീഡിയ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ. ഈ കുടുംബം എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം എന്താണ്? അവർ 3 പേരും 3 വാർഡുകൾ മത്സരിച്ചവരാണ്. അവരെ ജനങ്ങൾ തിരഞ്ഞെടുത്താണ്. ഓരോ കുടുംബത്തിൽ നിന്ന് വരുന്നവരാണ് സ്ഥാനാർത്ഥികൾ. അവരെ തിരഞ്ഞെടുക്കുന്നു. ഒരുപക്ഷെ ഒരു കുടുംബത്തിൽ 2-3 പേര് വന്നിരിക്കും, ഒരുപക്ഷെ ഒരാൾ വന്നിരിക്കും. ജനങ്ങളാണ് അംഗീകാരം നൽകുന്നത്. ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളാണ് യജമാന്മാർ. അതെ UDF സഹകരിച്ചാണ് ഈ പറയുന്ന 3 സ്ഥാനാർത്ഥികൾ മത്സരിച്ചത്. അത് ജനങ്ങൾ അംഗീകരിച്ചു. അത് UDF കൂടിയുള്ള ഒരു അംഗീകാരമാണ്, അവർക്കുള്ള അംഗീകാരമാണ്. അതോടൊപ്പം തന്നെ UDF അംഗീകാരം കൂടിയാണ്. അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് അല്ല ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, UDF സഹകരിച്ചാണല്ലോ. UDF സഹകരിച്ചു പോകുന്ന ഒരു ധാരണയാണല്ലോ അത്. UDF സ്ഥാനാർത്ഥിയെ നിർത്താത്തതിൽ പക്ഷേ അവിടെ കഴിഞ്ഞ തവണയൊക്കെ 15-20 വോട്ട് MP പറഞ്ഞല്ലോ. തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ അവർക്ക് പിന്തുണ കൊടുത്തിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്ക് പിന്തുണ തന്നു. ഈ 14 പേരും കൂടെ ഒന്നിച്ചാണ് മത്സരിച്ച് ഞങ്ങൾ ഭരണം നടത്താൻ പോകുന്നത്. UDF പാലായിൽ നെഗറ്റീവ് പൊളിറ്റിക്സ് ഇല്ല, ക്രിയാത്മകമായ പോസിറ്റീവായ പൊളിറ്റിക്സ് മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ അവർക്ക് പിന്തുണ കൊടുത്തു, അവർ പിന്തുണ നിങ്ങൾക്കും തന്നിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇത്രയും നാളത്തെ ഒരു സസ്പെൻസിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. നേരത്തെ ഈ അവസാന നിമിഷം വരെ ആർക്ക് പിന്തുണ എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് പറയട്ടെ. കേരളത്തിൽ ഏത് മുനിസിപ്പാലിറ്റിയിലാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? ആദ്യം പ്രഖ്യാപിച്ചത് പാലായാണ്. ഒരു മുനിസിപ്പാലിറ്റിയും പ്രഖ്യാപിച്ചിട്ടില്ല, കോർപ്പറേഷനിൽ പ്രഖ്യാപിച്ചിട്ടില്ല. ഞങ്ങൾ ചരിത്രം കുറിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് രാവിൽ പാലായിൽ പ്രഖ്യാപിച്ചു. അത് MLAയും MP ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി നമ്മുടെ ദിയ ബിനുവും മായ രാഹുലും ആയിരിക്കും. നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണം, പാലായുടെ വികസനത്തോടൊപ്പം ഉണ്ടാകണം.